നമ്മുടെ രക്ഷകനും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ എന്നെ കേൾക്കുന്ന ഏവർക്കും സ്നേഹവന്ദനം. വെളിപ്പാട് പുസ്തക പഠനം എന്ന സീരീസിലെ 20ാമത്തെ ക്ലാസ്സാണിത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഫിലഡൽഫിയയിലെ സഭയ്ക്കുള്ള ദൂതായിരുന്നു വിഷയം. ഈ ക്ലാസ്സിൽ ലവോദിക്കയിലെ സഭയ്ക്കുള്ള ദൂത്. ഇതാണ് 7 സഭകളിൽ 7ാമത്തേതും അവസാനത്തേതും. ലവോദിക്ക എന്ന പദത്തിൻ്റെ അർത്ഥം നീതിയുള്ള ജനം എന്നാകുന്നു. ലവോദിക്ക ഫിലഡൽഫിയ എന്ന പട്ടണത്തിന് ഏകദേശം 40 മൈൽ തെക്ക് കിഴക്കും എഫസോസ് എന്ന പട്ടണത്തിന് 40 മൈൽ കിഴക്കുമായി സ്ഥിതി ചെയ്തിരുന്നു. ഈ പട്ടണം ലൂക്കസ് എന്ന നദീ തീരത്ത് ഫിർജിയയുടെ അതിരിൽ കൊലോസ്യ, ഹീരപ്പോലീസ് എന്നീ പട്ടണങ്ങൾക്ക് സമീപത്തായിരുന്നു. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം ലവോദിക്കയിലെ സഭയ്ക്കും ലവോദിക്കർക്ക് എഴുതിയത് കൊലോസ്യർക്കുള്ളതും ആയിരുന്നു എന്ന് കൊലോസ്യർ 4:16 പറഞ്ഞിട്ടുണ്ട്. ലവോദിക്ക, ഹീരപ്പോലീസ് എന്നീ പട്ടണങ്ങളെ കൊലോസ്യർ 4:13 പരാമർശിച്ചിട്ടുണ്ട് താനും. വമ്പിച്ച വാണിജ്യ പ്രാധാന്യമുണ്ടായിരുന്ന ലവോദിക്ക പട്ടണം പക്ഷേ ഇന്ന് ശൂന്യമാണ്. ഇനി വിഷയത്തിലേക്ക് കടക്കാം. 14ാം വാക്യം. ലവോദിക്കയിലെ സഭയിലെ ദൂതന് എഴുതുക, വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവ സൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്. യോഹന്നാൻ ഇതിനകം 6 സഭകളുടെ ദൂതന്മാർക്ക് എഴുതിയിട്ടുണ്ട്. ഇനി ലവോദിക്കയിലെ സഭയുടെ ദൂതന് എഴുതുക എന്നാണ് കർത്താവ് പറഞ്ഞത്. അടുത്തതായി ആരാണ് അത് എഴുതുന്നത് എന്നാണ് പറയുന്നത്. ഓരോ സഭയ്ക്കുമുള്ള വചനം നൽകുന്നത് കർത്താവായ യേശുക്രിസ്തു തന്നെ ആകുന്നു. എങ്കിലും അവിടുന്ന് യഥാർത്ഥത്തിൽ ആരാകുന്നു എന്ന് വിവിധ വിശേഷണങ്ങളാൽ അവതരിപ്പിച്ചുകൊണ്ടാണ് ഓരോ സഭയ്ക്കുമുള്ള ദൂത് എഴുതുന്നത്. ഇക്കുറി ആമേൻ, വിശ്വസ്ത സാക്ഷിയും സത്യവാനും, ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ ആദി എന്നീ വിശേഷണങ്ങളാലാണ് തന്നെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ വിശേഷണങ്ങൾ ഓരോന്നും യേശു ക്രിസ്തു സത്യദൈവമായ യഹോവയാകുന്നു എന്നാണ് വിളിച്ച് പറയുന്നത്. ഇനി ആ വിശേഷണങ്ങളെ ഓരോന്നായി മനസ്സിലാക്കുവാൻ ശ്രമിക്കാം. ഒന്നാമത്തെ വിശേഷണം ആമേൻ. യെശയ്യാവ് 65:16 സത്യദൈവത്താൽ എന്ന് തർജ്ജമ ചെയ്തിരിക്കുന്നത് എലോഹിം, ആമേൻ എന്നീ 2 എബ്രായ പദങ്ങളെ ആകും. എലോഹിം എന്ന പദത്തെ ദൈവമെന്നും ആമേൻ എന്ന പദത്തെ സത്യം എന്നും തർജ്ജമ ചെയ്തിരിക്കുന്നു. ഇപ്രകാരം ആമേൻ എന്ന പേർ ദൈവത്തിന് അവകാശപ്പെട്ടതാകുന്നു എന്ന് യെശയ്യാവിൽ നിന്ന് നമുക്ക് കാണാം. ആ നാമമാകുന്നു കർത്താവായ യേശു ഇവിടെ എടുക്കുന്നത്. ആമേൻ എന്ന പദത്തിന് സത്യം എന്നാകുന്നു അർത്ഥം. അവിടെ നിന്നാകുന്നു സത്യം എന്ന് യോഹന്നാൻ 14:6 ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു എന്നിങ്ങനെ പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാമല്ലോ. രണ്ടാമത്തെ വിശേഷണം വിശ്വസ്ത സാക്ഷിയും സത്യവാനും എന്നാണ്. ദൈവപുത്രൻ ദൈവത്തിൻ്റെ വിശ്വസ്ത സാക്ഷിയാണ്. വിശ്വസ്ത സാക്ഷി ബോഷ്ക്ക് പറയുകയില്ല എന്ന് സദൃശ്യവാക്യം 14:5 നാം വായിക്കുന്നുണ്ട്. ആകയാൽ അവിടുന്ന് സത്യവാനാകുന്നു. വെളിപ്പാട് 6:10 വിശുദ്ധനും സത്യവാനുമായ നാഥ എന്നിങ്ങനെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന രംഗം നമുക്ക് ഓർക്കാം. അത് ദൈവത്തിന് അർഹമായിരിക്കുന്ന അഭിസംബോധനയാണ്. ആകയാൽ യേശു ക്രിസ്തു ഇവിടെ ദൈവമാകുന്നു എന്ന് തന്നെത്താൻ സൂചിപ്പിക്കുന്നതാകുന്നു ഈ വാക്കുകൾ. ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ ആദി എന്നുള്ളതാണ് മൂന്നാമത്തെ വിശേഷണം. അനേകർ തെറ്റിദ്ധരിക്കുവാനിടയായിട്ടുള്ള ഒരു നാമമാകുന്നു ഇത്. ക്രിസ്തു ദൈവത്തിൻ്റെ മറ്റു സകല സൃഷ്ടികൾക്കും മുമ്പായി സൃഷ്ടിക്കപ്പെട്ടു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് ചിലർ ചിന്തിക്കുന്നു. ഇങ്ങനെ ഒരു ചിന്ത ആര്യാനോസ് എന്ന വ്യക്തിയാലാകുന്നു ആദ്യം പ്രചരിപ്പിക്കപ്പെട്ട് തുടങ്ങിയത്. ഇക്കാലത്ത് യഹോവ സാക്ഷികൾ, യൂണിറ്റേറിയൻകാർ എന്നിവർ ഇങ്ങനെ ചിന്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ ക്രിസ്തു സൃഷ്ടിക്കപ്പെട്ടവനല്ല എന്നത് ബൈബിളിൽ അസന്നിഗ്ധമായി പ്രസ്താവിച്ചിട്ടുള്ള ഒരു സത്യമാകുന്നു. സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല എന്ന യോഹന്നാൻ 1:3 പ്രസ്താവന അത്രമാത്രം വ്യക്തത ഉള്ളതാകുന്നുവല്ലോ. ആകയാൽ ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ ആദി എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം എന്തായിരിക്കും? കൊലോസ്യർ 1:15 ഇതിന് സമാനമായൊരു പ്രയോഗം കാണുന്നുണ്ട്. അവൻ സർവ്വസൃഷ്ടിക്കും ആദ്യജാതനാകുന്നു എന്നാണ് നാം അവിടെ വായിക്കുന്നത്. എന്നാൽ പൗലോസ് എന്തുകൊണ്ട് അങ്ങനെ പ്രസ്താവിച്ചിരിക്കുന്നു എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളതും ദൃശ്യമായതും അദൃശ്യമായതുമായ സകലവും സൃഷ്ടിച്ചവനായ സ്രഷ്ടാവാകുന്നു യേശു ക്രിസ്തു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആദ്യജാതൻ, എല്ലാവർക്കും മുമ്പേ ഉള്ളവൻ, സർവ്വസൃഷ്ടിക്കും മുമ്പുള്ളവൻ, സ്രഷ്ടാവ്. ഇതാകുന്നു സർവ്വസൃഷ്ടിക്കും ആദ്യജാതനാകുന്നു എന്ന പ്രസ്താവനയുടെ അർത്ഥം. ഇത് തന്നെയാകുന്നു ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ ആദി
എന്ന് പറയുമ്പോഴും അർത്ഥമാക്കിയിരിക്കുന്നത്. ആരാകുന്നു സർവ്വസൃഷ്ടിക്കും ആരംഭമായുള്ളവൻ? സൃഷ്ടാവായ ദൈവം മാത്രം. ആ സൃഷ്ടാവാകുന്നു യേശുക്രിസ്തു. ലവോദിക്യ സഭയെക്കുറിച്ചുള്ള വിലയിരുത്തൽ. 15-ാം വാക്യം. നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതവാനും ഉഷ്ണവാനും ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാനാകയാൽ എൻ്റെ വായിൽ നിന്ന് ഉമിണ്ണു കളയും. കർത്താവ് ഓരോ സഭയെയും വിലയിരുത്തുന്നത് പ്രവൃത്തികളെ നോക്കിയിട്ടാണ്. ലവോദിക്യ സഭയുടെ ദൂതനെ കുറിച്ചുള്ള വിലയിരുത്തൽ, അവൻ ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നില്ല, പകരം ശീതോഷ്ണവാൻ ആയിരുന്നു എന്നാണ് കർത്താവ് പറയുന്നത്. അർത്ഥം, അവൻ തണുത്തവനോ തിളച്ചവനോ ആയിരുന്നില്ല, പകരം ഇളംചൂടുള്ളവൻ മാത്രമായിരുന്നു എന്നാണ്. തിളച്ചവനായിരിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ ആഗ്രഹിക്കത്തക്കതായിരിക്കുന്നത്. കാരണം മനുഷ്യർ തിളച്ച വെള്ളം കുടിക്കുവാൻ താല്പര്യപ്പെടാറുണ്ട്, തണുത്ത വെള്ളവും താല്പര്യപ്പെടാറുണ്ട്. ഇളംചൂടുള്ള വെള്ളം പൊതുവെ താല്പര്യപ്പെടാറില്ലല്ലോ. തിളച്ച പ്രകൃതമുള്ള ഒരു പുരുഷനെ അപ്പസ്തോല പ്രവൃത്തികൾ 18:25 പരാമർശിച്ചിട്ടുണ്ട്. അപ്പല്ലോസ്. അവൻ ആത്മാവിൽ എരിവുള്ളവനായിരുന്നു, അഥവാ എരിയുന്നവനായിരുന്നു, ചൂടുള്ളവനായിരുന്നു. ആകയാൽ യേശുവിൻ്റെ വസ്തുത സൂക്ഷ്മമായി പ്രസ്താവിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു പോന്നിരുന്നു. യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ലക്ഷണമാണ് അവൻ ആത്മാവിൽ എരിവുള്ളവനായിരിക്കുക എന്നത്, അഥവാ ചൂടുള്ളവനായിരിക്കുക എന്നത്. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിയുന്നവരായി കർത്താവിനെ സേവിക്കുവാൻ ഇതിനാൽ നമ്മെ ഉപദേശിച്ചിരിക്കും. റോമർ 12:10. ആത്മാവിൽ തണുത്ത് ഉറഞ്ഞിരിക്കുന്നവൻ ആത്മാവില്ലാത്തവനാകുന്നു, അവൻ അവിശ്വാസം. എന്നാൽ ലവോദിക്യ സഭ അങ്ങനെ അല്ലായിരുന്നു. വിശ്വാസത്തിന് തക്കതായ പ്രവൃത്തിയില്ല, എന്നാൽ ലോകത്തിൻ്റേതുപോലെ തണുത്തിരിക്കുന്നതുമില്ല. ഇത് കർത്താവ് ആഗ്രഹിക്കുന്നില്ല. ആകയാൽ കർത്താവ് ആ സഭയെ ഉമിഴ്ന്നു കളയുവാൻ പോകുകയായിരുന്നു. യഥാർത്ഥത്തിൽ ഇളംചൂടുള്ള സ്ഥിതി സ്വന്തം സ്ഥിതിയെ തെറ്റിദ്ധരിച്ചുകൊണ്ടുള്ള ഒരു സ്ഥിതിയാകുന്നു എന്ന് 17-ാം വാക്യം തെളിവ് നൽകുന്നു. 17-ാം വാക്യത്തിൻ്റെ വായന പ്രകാരമാണ്: ഞാൻ ധനവാൻ, സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനുമാകുന്നുവെന്ന് അറിയാതിരിക്കയാൽ. ലവോദിക്കയിലെ ദൂതൻ ദൈവദൃഷ്ടിയിൽ ആത്മീകമായി ദരിദ്രനായിരുന്നു. അതുകൊണ്ട് അവൻ ദരിദ്രനാകുന്നു എന്ന് അറിയാതിരിക്കുന്നു എന്ന് കർത്താവ് അവനോട് പറയുന്നുണ്ട്. എന്നിട്ടും ഞാൻ ധനവാനാകുന്നു, ഞാൻ സമ്പന്നനായും ഇരിക്കുന്നു, എനിക്കൊരു കുറവുമില്ല എന്നായിരുന്നു അവൻ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ സ്മുർണയിലെ സഭയുടെ ദൂതൻ്റെ സ്ഥിതി വ്യത്യസ്തമായിരുന്നു. നിന്റെ പ്രവൃത്തികളും ഞെരുക്കവും ദാരിദ്ര്യവും ഞാൻ അറിയുന്നു, എങ്കിലും നീ ഒരു ധനവാനാകുന്നു എന്നായിരുന്നു കർത്താവ് സ്മുർണയിലെ ദൂതനോട് പറഞ്ഞത്. ആകയാൽ ഭൗതികമായി ദരിദ്രനായിരിക്കെ ഒരുവനെ ധനവാനാക്കുന്നതും അതുപോലെ ഭൗതികമായി ധനവാനായിരിക്കെ ദരിദ്രനാക്കുന്നതുമായ ഒരു ഘടകം ഉണ്ട്. യാക്കോബ് 2:5 ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരും തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത രാജ്യത്തിൻ്റെ അവകാശികളുമാകേണ്ടതിന് തിരഞ്ഞെടുത്തില്ലയോ എന്ന് വായിക്കുന്നുണ്ട്. ആകയാൽ ലോകപ്രകാരമുള്ള ദാരിദ്ര്യവും സമ്പന്നതയും ഉള്ളതുപോലെ തന്നെ വിശ്വാസ സംബന്ധമായ ദാരിദ്ര്യവും സമ്പന്നതയും ഉണ്ട്. ആകയാൽ ലോകപ്രകാരമുള്ള ദാരിദ്ര്യവും സമ്പന്നതയും ഉള്ളതുപോലെ തന്നെ വിശ്വാസ സംബന്ധമായ ദാരിദ്ര്യവും സമ്പന്നതയും ഉണ്ട്. ലാസറിൻ്റെ ഉപമയിൽ ലാസർ ഭൗതികമായി ദരിദ്രനും ആത്മീകമായി സമ്പന്നനും ആയിരുന്നു. ധനവാൻ ഭൗതികമായി സമ്പന്നനും ആത്മീകമായി ദരിദ്രനും ആയിരുന്നു. ഈ ഒടുവിൽ പറഞ്ഞതായിരുന്നു ലവോദിക്കയിലെ സ്ഥിതി. ലൗകിക സമ്പത്തുണ്ടായിരുന്ന ലവോദിക്കയിലെ ദൂതൻ ആത്മീക ദാരിദ്ര്യത്തിൽ ആയിരുന്നു. നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനുമാകുന്നു എന്ന പ്രസ്താവന ചിലരെങ്കിലും രക്ഷിക്കപ്പെടാത്ത ഒരു സ്ഥിതിയെ ആണ് കാണിക്കുന്നത്. നിർഭാഗ്യൻ, അരിഷ്ടൻ, ദരിദ്രൻ, കുരുടൻ, നഗ്നൻ എന്നീ 5 പദങ്ങൾക്കും പൊതുവായിട്ട് ഒരു ആർട്ടിക്കിളുണ്ട്. ഇംഗ്ലീഷിലെ യങ്സിൻ്റെ തർജ്ജമ ഇങ്ങനെയാണ്: Thou art the wretched and miserable and poor and blind and naked. അതുകൊണ്ട് അതൊരു പ്രത്യേക ആത്മീക അവസ്ഥയാണ് കാണിക്കുന്നത്. രക്ഷിക്കപ്പെടാത്ത അവസ്ഥയാണ് അത് കാണിക്കുന്നത് എന്ന് വേണം നാം മനസ്സിലാക്കുവാൻ. ആത്മീകമായി ദരിദ്രനായവനോട് പരിഹാരമായി കർത്താവ് സുവിശേഷം അറിയിച്ചു. കൃപയാൽ സുവിശേഷം വിശ്വസിക്കുവാനായാൽ അത് അവരെ സമ്പന്നരാക്കുന്നു. ആത്മീകമായി കുരുടനായവരോട് കർത്താവ് സുവിശേഷം അറിയിച്ചുകൊണ്ട് കണ്ണുകൾ തുറന്ന് വിശ്വസിക്കുവാൻ ആവശ്യമായ കാഴ്ച നൽകുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ആത്മീകമായി നഗ്നരായവരെ വിശ്വാസത്താൽ നീതീകരിച്ച് നഗ്നത അകറ്റി. നിർഭാഗ്യകരമായ അവസ്ഥയെയും അരിഷ്ടതയെയും അങ്ങനെ തന്നെയാണ് സുവിശേഷത്താൽ തന്നെയാണ് അകറ്റുന്നത്. ഇളം ചൂടുള്ള സ്ഥിതി സ്വന്തം ആത്മീക സ്ഥിതിയെ തെറ്റിദ്ധരിച്ചുകൊണ്ടുള്ള ഒരു സ്ഥിതിയാണ്.
ആത്മീകമായി ദരിദ്രനായിരിക്കെ ധനവാനാകുന്നു എന്ന് തെറ്റിദ്ധരിച്ച് ജീവിക്കുന്ന അവസ്ഥ. ധനവാനാകുന്നു എന്ന് ധരിച്ചിരിക്കുമ്പോൾ അങ്ങനെ ജീവിക്കുവാൻ ആകാത്ത അവസ്ഥ. കാഴ്ചയുണ്ടെന്നാണ് വിചാരമെങ്കിലും ഒന്നും കാണുവാനാകാത്ത അവസ്ഥ. നഗ്നനെങ്കിലും അറിയാതിരിക്കുന്ന അവസ്ഥ. രക്ഷിക്കപ്പെട്ടിട്ടില്ല എങ്കിലും രക്ഷിക്കപ്പെട്ടവനെന്ന് തെറ്റിദ്ധരിച്ച് ജീവിക്കുന്ന അവസ്ഥ. ഇത് നിമിത്തം രക്ഷിക്കപ്പെട്ടവനെ പോലെ ആത്മാവിൽ എരിയുന്നവനായി ജീവിക്കുവാൻ കഴിയാത്ത അവസ്ഥ. അത് വളരെ സഹതാപം അർഹിക്കുന്ന ഒരവസ്ഥയാണ്. ക്രൈസ്തവ കുടുംബങ്ങളിൽ ജനിച്ച് എന്നാൽ രക്ഷിക്കപ്പെട്ടിട്ടില്ലാത്ത അനേകരുടെ സ്ഥിതി ഇതാണ്. ഇങ്ങനെയുള്ളവരെ വഹിച്ചുകൊണ്ടു പോകുവാൻ ക്രിസ്തുവിന് മനസ്സില്ല. അവൻ അവരെ വായിൽ നിന്ന് ഇളംചൂടുള്ള വെള്ളം ഉമിഴ്ന്ന് കളയുന്നത് പോലെ കളയുന്നതിന് മുമ്പ് അവർക്ക് ആവശ്യം എന്ത് എന്നും അത് അവനോട് വാങ്ങിക്കൊള്ളുക എന്നും അവൻ മുന്നറിയിപ്പ് നൽകുകയാണ് അടുത്ത വാക്യത്തിൽ. അതുകൊണ്ട് 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ ലവോദിക്യ സഭയ്ക്കുള്ള പരിഹാര നിർദ്ദേശങ്ങളാണ് നാം കാണുന്നത്. 18, നീ സമ്പന്നനാകേണ്ടതിന് തീയിലൂതി കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. ഞാൻ ധനവാനാകുന്നു, ഞാൻ സമ്പന്നനായും ഇരിക്കുന്നു, എനിക്കൊരു കുറവുമില്ല എന്ന് പറയുന്നവനെ സമ്പന്നനാക്കുവാൻ കഴിയുകയില്ല. കാരണം അവന് ആവശ്യബോധമില്ല. ദരിദ്രനാണെന്നുള്ള അവബോധമുള്ളവനോ അവന് സമ്പന്നനാകേണ്ട വഴി കാണിച്ചു കൊടുത്താൽ അവൻ സ്വീകരിക്കും. അതുകൊണ്ടായിരുന്നു ആത്മാവിൽ ദരിദ്രന്മാർ ഭാഗ്യവന്മാർ, എന്തുകൊണ്ടെന്നാൽ സ്വർഗങ്ങളുടെ രാജ്യം അവരുടേതാകുന്നു എന്ന് കർത്താവ് തിരുവായി മൊഴിഞ്ഞത്. കർത്താവിൻ്റെ ചില പ്രസംഗങ്ങളിൽ ഇങ്ങനെയാണ് നാം കാണുന്നത്: ദാഹിക്കുന്ന ഏവനും എൻ്റെ അടുക്കൽ വേണ്ടേ, ദാഹമില്ലാത്തവൻ വരികയില്ലല്ലോ. എന്നാൽ പാപിയാണെന്ന അവബോധവും പാപം മോചിച്ച് കിട്ടണം എന്ന ആവശ്യബോധവും ഇല്ലാത്തവർ ലവോദിക്കയിലുണ്ടായിരുന്നു. അവരെ ആക്ഷേപിച്ചുകൊണ്ടാണ് ഞാൻ ധനവാനാകുന്നു, ഞാൻ സമ്പന്നനായും ഇരിക്കുന്നു, എനിക്കൊരു കുറവുമില്ല എന്ന് നീ പറയുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അവരോട് കർത്താവ് പറയുന്നത് ഇതാണ്: നീ സമ്പന്നനാകേണ്ടതിന് ഞാൻ നിനക്ക് ആലോചന പറഞ്ഞു തരുന്നു. കർത്താവ് പറഞ്ഞു കൊടുത്ത ആലോചന എന്താണെന്ന് ഇനി നോക്കാം. കർത്താവ് ഒന്നാമതായി പറയുന്നു, തീയിൽ ചുട്ടു പഴുപ്പിച്ച് ശുദ്ധീകരിച്ചിരിക്കുന്ന സംശുദ്ധമായ പൊന്ന് എൻ്റെ പക്കലുണ്ട്, നീ അത് വാങ്ങിക്കൊള്ളുക എന്ന്. അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാകുന്നു എന്ന് റോമർ 10:12 പറഞ്ഞിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ സ്മരണീയമാണ്. താൻ ആത്മരക്ഷ നൽകും, തൻ്റെ ജീവനിൽ നിന്ന് ജീവനും തൻ്റെ നീതിയിൽ നിന്ന് നീതിയും നൽകും. ഇങ്ങനെ നാം അതിനാൽ സമ്പന്നരായിട്ട് തീരും. അടുത്തതായി കർത്താവ് പറയുന്നു, നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പ് വാങ്ങിക്കൊള്ളുക എന്ന്. ഏദനിൽ മനുഷ്യൻ പാപം ചെയ്തത് മുതൽക്കാണ് നഗ്നതാബോധം ഉണ്ടായത്. അതിനു മുമ്പ് ആദാമും ഹവ്വയും നഗ്നരായിരുന്നുവെങ്കിലും ലജ്ജ തോന്നിയിരുന്നില്ല. പാപം ചെയ്ത ശേഷം അവർ അത്തിയില തുന്നിക്കൂട്ടി നാണം മറയ്ക്കുവാൻ നോക്കി. എങ്കിലും അത് അവരുടെ നാണം മറച്ചില്ല. അവരുടെ നാണം മറയ്ക്കുവാൻ ദൈവം തന്നെ അവർക്ക് വസ്ത്രം നൽകേണ്ടതായി വന്നു. സാദൃശ്യ രൂപത്തിലാണ് അവിടെ ഈ കാര്യങ്ങളെല്ലാം എഴുതിയിരിക്കുന്നത്. പാപത്തെയായിരുന്നു നഗ്നത എന്ന് പറഞ്ഞത്, നാണം കുറ്റബോധവും. ഏദനിൽ എന്ന പോലെ ഇന്നും ദൈവമാണ് മനുഷ്യൻ്റെ നാണം മറച്ചു തരുന്നത്. നഗ്നരാണെന്ന് സമ്മതിച്ചാൽ മാത്രമേ ചെയ്തു തരികയുള്ളൂ എന്ന് മാത്രം. അതുകൊണ്ടാണ് നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് എൻ്റെ പക്കൽ നിന്ന് വെള്ളയെടുപ്പ് വാങ്ങുവാൻ ഞാൻ നിനക്ക് ആലോചന പറഞ്ഞു തരുന്നു എന്ന് കർത്താവ് പറഞ്ഞത്. ആ വെള്ള ഉടുപ്പാണ് കർത്താവ് നൽകുന്ന പാപമോചനവും നീതീകരണവും വിശുദ്ധിയും. അടുത്തതായി കർത്താവ് പറയുന്നു, നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. അന്ധത മാറ്റുവാനാണ് കണ്ണുകളിൽ എഴുതുവാൻ ലേപം വാങ്ങുക എന്ന് കർത്താവ് ഉപദേശിച്ചു കൊടുത്തത്. ഈ അന്ധത ആത്മാവിൻ്റെ അന്ധതയാണ്. ഇതും രക്ഷിക്കപ്പെടാത്ത ആത്മാവിൻ്റെ സ്ഥിതി കാണിക്കുന്നു. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരെയും പരീശന്മാരെയും കർത്താവ് അഭിസംബോധന ചെയ്തത് ഓർക്കാം. കുരുടന്മാരായ വഴികാട്ടികളെ എന്നാണ്. മത്തായി 23:16. ഇവർ രക്ഷിക്കപ്പെട്ടവരായിരുന്നില്ല. തുടർന്നും കർത്താവ് അവരെ വിളിക്കുന്നത് മൂഢന്മാരും കുരുടന്മാരുമായുള്ളവരെ എന്നാണ്. അപ്പസ്തോല പ്രവൃത്തി 26:18 കർത്താവ് പൗലോസിനെ സുവിശേഷവുമായി അയക്കുന്നത് കണ്ണ് തുറക്കുവാനാണ് എന്ന് കാണാൻ സാധിക്കും. ദൈവത്തിൻ്റെ കൃപയാണ് ഹൃദയത്തിൻ്റെ അന്ധത മാറ്റുന്നത്. എനിക്ക് പ്രിയമുള്ളവരെ ഒക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക എന്നാണ് 19-ാം വാക്യം പറയുന്നത്. കഴിഞ്ഞ വാക്യങ്ങളിൽ കർത്താവ് ലവോദിക്കയിലെ സഭയെ ശാസിക്കുകയായിരുന്നു. ഇപ്പോൾ കർത്താവ് പറയുന്നു, ഞാൻ ആരെയൊക്കെ പ്രിയപ്പെടുന്നുവോ അവരെ ശാസിക്കുന്നുവെന്ന്. ആ വാക്കുകൾ ലവോദിക്കയിലെ ദൂതനും സഭയ്ക്കും സാന്ത്വനത്തിൻ്റെ വാക്കുകളായിരുന്നു.
പ്രിയരെ, ഓർക്കുക, കർത്താവ് നമ്മോട് തൻ്റെ വചനത്താൽ സംസാരിക്കുന്നുവെങ്കിൽ, നമ്മുടെ ജീവിതത്തിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നുവെങ്കിൽ അത് നമ്മോടുള്ള പ്രിയം നിമിത്തമാണ്. ഇല്ലെങ്കിൽ വചനം എങ്ങും തൊടാതെ പോകുന്ന വെറും വാക്കുകൾ മാത്രമായിരിക്കും. കർത്താവിന് ശൗൽ രാജാവിനോട് പ്രിയം ഇല്ലാതായപ്പോൾ അവൻ അവനോട് സംസാരിക്കുന്നത് നിർത്തി. കർത്താവിന് ഇസ്രായേൽ ജനത്തോടുള്ള പ്രിയം ഇല്ലാതായപ്പോൾ പ്രവാചകന്മാർ വഴി അവരോട് സംസാരിക്കുന്നത് നിർത്തി. ഇനി 20-ാം വാക്യം. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. മാനസാന്തരം ആവശ്യമുള്ള ഓരോരുത്തൻ്റെയും ഹൃദയ കവാടത്തിൽ മുട്ടി വിളിച്ച് പറയുന്ന കർത്താവിൻ്റെ വാക്കുകളാണ് ഇവ. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ എന്ന വാക്കുകൾ കാണിക്കുന്നത് കർത്താവ് വ്യക്തികളോട് സംസാരിക്കുന്നു, വ്യക്തികളായി മാനസാന്തരം ആഗ്രഹിക്കുന്നു എന്നാണ്. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന കർത്താവിൻ്റെ വാക്കുകൾ ഓർക്കാം. ലവോദിക്കയിൽ പലരുടെയും ഹൃദയത്തിന് പുറത്തായിരുന്നു കർത്താവിൻ്റെ സ്ഥാനം. ഞാൻ അവൻ്റെ അടുക്കൽ അകത്ത് വന്ന് അവനോട് കൂടെ അവൻ എന്നോട് കൂടെ അത്താഴം കഴിക്കും എന്ന വാക്കുകൾ മാനസാന്തരപ്പെടുന്നവന് കർത്താവുമായി ദൈവരാജ്യത്തിൽ ലഭിക്കുന്ന ആത്മീകമായ കൂട്ടായ്മയെക്കുറിച്ച് സാദൃശ്യ രൂപത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും അനേകർ വന്ന് സ്വർഗരാജ്യത്തിൽ പന്തിക്കിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ. ഇനി 21-22 വാക്യങ്ങൾ. ജയിക്കുന്നവന് ഞാൻ എന്നോട് കൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച എൻ്റെ പിതാവിനോട് കൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവൻ എന്ന വാക്കിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കാം. ഈ പശ്ചാത്തലത്തിൽ ജയിക്കുന്നവൻ തൻ്റെ ഇളംചൂടുള്ളവൻ എന്ന സ്ഥിതി മാറ്റി തിളച്ചവനായിട്ട് തീരുവാൻ ആഗ്രഹിച്ച് മാനസാന്തരപ്പെടുന്നവൻ ആകുന്നു. സ്വയം ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് തിരിച്ചറിഞ്ഞ് കർത്താവിനെ സമീപിച്ച് പരിഹാരം തേടുന്നവനാകുന്നു ഇവിടെ ജയിക്കുന്നവൻ. അങ്ങനെ കർത്താവിൻ്റെ നാമത്തിൽ വിശ്വസിച്ചിരിക്കുന്നവരെല്ലാം ജയിച്ചിരിക്കുന്നവരാണ്, തുടർന്ന് ജയജീവിതം നയിക്കേണ്ടവരാണ്. ബാല്യക്കാരെ, നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കുന്നു എന്നല്ലോ 1 യോഹന്നാൻ 2:13 നാം വായിക്കുന്നത്. അവർ അവനെ കുഞ്ഞാടിൻ്റെ രക്തത്താലും അവരുടെ സാക്ഷ്യത്തിൻ്റെ വചനത്താലും ജയിച്ചു എന്ന് വെളിപ്പാട് 12:11 കാണുന്നു. അത് തുടർന്നുള്ള ജയജീവിതമാണ്. ലോകത്തെ നാം ജയിച്ചവരാകുന്നുവെന്നും ലോകത്തെ ജയിച്ച ജയം നമ്മുടെ വിശ്വാസമാകുന്നു എന്നും നാം 1 യോഹന്നാൻ 5:4-5 വാക്യങ്ങളിലും വായിക്കുന്നു. ഇനി ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോട് കൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരുന്ന പോലെ തന്നെ എന്ന വാക്യഭാഗത്തെക്കുറിച്ച് ചിന്തിക്കാം. നമ്മുടെ കർത്താവ് ജയിച്ചവനാകുന്നു. അവൻ ലോകത്തെ ജയിച്ചു. ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ 16:23. അവൻ ലോകത്തിൻ്റെ അധിപനായ പിശാചിനെ ജയിച്ചു. അവൻ മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ ആ അധികാരത്തിൽ നിന്ന് നീക്കി. എബ്രായർ 2:14. അവൻ വാഴ്ചകളെ അധികാരങ്ങളെ ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. കൊലോസ്യർ 2:15. ഇങ്ങനെ നമ്മുടെ കർത്താവ് പാപത്തെ ജയിച്ചു. അവൻ പാപത്തോട് പോരാടി പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നു. എബ്രായർ 12:4. അവൻ ക്രൂശിലെ മരണത്തോളം പിതാവിനോട് അനുസരണമുള്ളവനായി തീർന്നു. ഫിലിപ്പിയർ 2:8. അവൻ മരണത്തെ ജയിച്ചു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, എന്നേക്കും ജീവിച്ചിരിക്കുന്നു. തൻ്റെ പിതാവിൻ്റെ സിംഹാസനത്തിലേക്ക് എടുക്കപ്പെട്ടു. അവിടെ നമ്മുടെ കർത്താവ് വാഴുന്നു. ദൂതന്മാരും അധികാരങ്ങളും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു. അവൻ വാഴുന്നു, ദൂതന്മാരും അധികാരങ്ങളും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു. 1 പത്രോസ് 3:22. ക്രിസ്തുവിൽ വിശ്വസിച്ച് ജയിച്ചവർക്ക് കർത്താവായ യേശു തൻ്റെ ഈ വർത്തമാനകാല വാഴ്ചയിൽ ഒരു പങ്ക് നൽകുമെന്നാണ് അവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ വരം കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ സാരം. അവൻ്റെ ജയത്തിൽ പങ്കാളികളായിക്കൊണ്ടുള്ള ഒരു ജയജീവിതത്തെക്കുറിച്ചാകുന്നു വാഴ്ച എന്ന പദം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. കർത്താവ് ലോകത്തെ ജയിച്ചവനാകുന്നു. തൻ്റെ ബലത്തിൽ നാമും ലോകത്തെ ജയിച്ച് ജീവിക്കുന്നുവെങ്കിൽ അത് ജയജീവിതം. അത് അവനോട് കൂടെയുള്ള വാഴ്ച. ദൈവത്തിൽ നിന്നും ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു എന്ന വാക്യത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് അതാണ്. കർത്താവ് ലോകത്തെ ജയിച്ചതുപോലെ അവൻ്റെ ബലത്തിൽ ആശ്രയിച്ച് ലോകത്തിലുള്ളവയെ വെറുത്ത് കൺമോഹം, ജഡമോഹം, ജീവനത്തിൻ്റെ പ്രതാപം എന്നിങ്ങനെയുള്ള ലോകത്തിലുള്ളവയെ വെറുത്ത് ചെറുത്ത് ജീവിക്കുന്നതാണ് അവൻ്റെ രാജ്യത്തിലുള്ള വാഴ്ച. ജയിച്ച രാജാവിൻ്റെ ബലത്തിൽ ആശ്രയിച്ച് ജയിച്ച് ജീവിക്കുന്നതാണ് അവനോട് കൂടെയുള്ള വാഴ്ച. പാപത്തിന്മേലുള്ള ജയം, ഇതാണ് പാപത്തിന്മേലുള്ള വാഴ്ച. ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത് എന്ന് പറയുമ്പോൾ
ഇതാണ് അർത്ഥമാക്കിയിരിക്കുന്നത്. പാപം നമ്മുടെ മർത്യ ശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് വാഴുമ്പോൾ നാം പരാജിതരും പാപം ജയാളിയുമായിട്ട് തീരുന്നു. നേരെ മറിച്ചാണെങ്കിലോ നാം ജയാളികളും പാപം പരാജിതനുമാകുന്നു. നാം ജഡമോഹങ്ങൾ അനുസരിച്ച് പാപം ചെയ്യുമ്പോൾ പാപം നമ്മുടെ മേൽ വാഴുന്നു. നേരെ മറിച്ച് നാം ക്രിസ്തുവിൽ പാപം ചെയ്യാതിരിക്കുമ്പോൾ ക്രിസ്തുവിനോട് കൂടെ പാപത്തെ അടക്കി വാഴുന്നു. പൈശാചിക ശക്തികളിന്മേലുള്ള വാഴ്ചയും ഇതുപോലെ തന്നെ ആകുന്നു. കർത്താവ് പിശാചിനെ ജയിച്ചവനാകുന്നു. കർത്താവിലായിത്തീരുന്നവൻ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുന്നു. പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ അവർ ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിക്കുന്നു. അത് ധരിച്ചുകൊണ്ട് അവർ ജഡരക്തങ്ങളോടല്ല, ക്രിസ്തു ഏതു വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി പരസ്യമായ കാഴ്ചയാക്കിയോ ആ വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും പോരാടുന്നു. അവർ സത്യം അരക്കി കെട്ടി നീതി എന്ന കവചം ധരിച്ച് സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കി വിശ്വാസം എന്ന പരിചയാൽ ദുഷ്ടന്റെ തീയമ്പുകൾ കെടുത്തി രക്ഷാശസ്ത്രം ധരിച്ച് ദൈവവചനം എന്ന വാൾ കൊണ്ട് ജയാളിയായി ജയിച്ചു. ഇതിനാൽ ദുർദിവസത്തിൽ ദുഷ്ടനോട് എതിർത്ത് നിൽക്കുന്നു. സകലവും സമാപിച്ച ശേഷം ഉറച്ചു നിൽക്കുന്നു. ഇതാണ് ക്രിസ്തുവിൽ അവൻ്റെ ബലത്തിൽ ആശ്രയിച്ചുള്ള ജയജീവിതം. ഇതാണ് ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിൻ്റെ രാജ്യത്തിലുള്ള വാഴ്ച. ഈ കാര്യങ്ങൾ ശരിയായി ഗ്രഹിക്കുവാൻ നമുക്ക് ആദ്യം ഉണ്ടായിരിക്കേണ്ട ഉറപ്പ് നമ്മുടെ കർത്താവ് ഇന്ന് സിംഹാസനസ്ഥനും വാഴുന്നവനുമാകുന്നു എന്ന ഉറപ്പാണ്. രണ്ടാമതായി വേണ്ടത് നാമും ആ സിംഹാസനത്തിൽ അവനോട് കൂടെ ഇരുത്തപ്പെട്ടിരിക്കുന്നു എന്ന ഉറപ്പാണ്. നമ്മുടെ കർത്താവ് ഇന്ന് സിംഹാസനസ്ഥനും വാഴുന്നവനുമാകുന്നു. തെളിവുകൾ പറയാം. ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോട് കൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ എന്ന ആ വചനഭാഗം ഇതിനൊരു ഒന്നാം തരം തെളിവാണ്. ഇരുന്നത് പോലെ എന്ന് ഭൂതകാലത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്ക് ദൈവപുത്രൻ പിതാവിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നു എന്നതിന് തെളിവാകുന്നു. കർത്താവ് തൻ്റെ പുനരുത്ഥാന ശേഷം എടുക്കപ്പെട്ടത് തൻ്റെ പിതാവിൻ്റെ അടുക്കൽ തൻ്റെ സിംഹാസനത്തിലേക്കാകുന്നു. ഇത് അനന്തരം അവൾ ഇരുമ്പ് കൊണ്ടുള്ള വടി കൊണ്ട് എല്ലാ ജാതികളെയും മേയ്ക്കുവാൻ പോകുന്ന ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. എന്നാൽ അവളുടെ കുഞ്ഞ് ദൈവത്തിൻ്റെ അടുക്കിലേക്കും അവൻ്റെ സിംഹാസനത്തിലേക്കും എടുക്കപ്പെട്ടു എന്ന വാക്കുകൾ അതാണ് പറയുന്നത്. വെളിപ്പാട് 12:5. അവൻ സ്വർഗങ്ങളിലേക്ക് പോയി ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു. ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും അവന് കീഴ്പ്പെട്ടും ഇരിക്കുന്നു എന്നാണ് 1 പത്രോസ് 3:22 വായിക്കുന്നത്. ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും അവന് കീഴ്പ്പെട്ടിരിക്കുമ്പോൾ അവൻ അവരുടെ മേൽ വാഴുകയല്ലേ? തീർച്ചയായിട്ടും അതെ. നാമും ആ സിംഹാസനത്തിൽ അവനോട് കൂടെ ഇരിക്കുന്നു. പക്ഷെ നമ്മുടെ വാഴ്ച ദൂതന്മാരുടെ മേലും വാഴ്ചകളുടെ അധികാരങ്ങളുടെ മേലല്ല, നേരെ മറിച്ച് പാപം, ജഡം, പിശാച്, ലോകം ഇങ്ങനെയുള്ളതിൻ്റെ മേലെയാണ്. നാമും അവനോട് കൂടെ ആ സിംഹാസനത്തിൽ ഇരിക്കുന്നു എന്നുള്ള തെളിവ് പറയാം. അങ്ങനെ അവൻ ചേർത്ത് ഉയർപ്പിക്കുകയും ക്രിസ്തു യേശുവിൽ സ്വർഗീയ സ്ഥാനങ്ങളിൽ ചേർത്ത് ഇരുത്തുകയും ചെയ്തു എന്ന എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിലെ വചനം ഇതിന് തെളിവാണ്. ക്രിസ്തുവിനെ ദൈവം സ്വർഗീയ സ്ഥാനങ്ങളിൽ തൻ്റെ വലത്ത് ഭാഗത്തായി ഇരുത്തിയിരിക്കുന്നു. തലയിരിക്കുന്നിടത്താണല്ലോ ശരീരവും ഇരിക്കുക. കർത്താവായ യേശു ക്രിസ്തു സഭയാകുന്ന ശരീരത്തിൻ്റെ തലയാകുന്നു. അതുകൊണ്ട് ആ തലയിൽ ആശ്രയിച്ച് നമുക്ക് അവനോട് കൂടെ വാഴാം. നമ്മുടെ തണുത്ത ആ ജീവിതത്തെ മാറ്റി നമുക്ക് ദൈവത്തിന് പ്രസാദമുള്ള ഒരു ജീവിതത്തിലേക്ക് നമുക്ക് വരാം. ദൈവം നമ്മെ അതിന് സഹായിക്കട്ടെ. ദൈവനാമം മാത്രം നമ്മിലൂടെ മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.